ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുവെഴുത്തുകളിലെ ഏറ്റവും ഗഹനമായ ഒരു വാക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഈ തിരുവചനം സുവിശേഷത്തിന്റെ ഹൃദയം ഉൾക്കൊള്ളുന്നു. നമ്മൾ പൂർണ്ണരോ യോഗ്യരോ നീതിമാന്മാരോ ആകാൻ ഈശോ കാത്തിരുന്നില്ല. നമ്മുടെ തകർച്ചയിൽ നമുക്ക് വേണ്ടി മരിക്കാൻ അവിടുന്ന് കുരിശ് തിരഞ്ഞെടുത്തു. എന്നാൽ ഈ സ്നേഹം ഇന്ന് നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഈശോ പീഡ സഹിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വന്നത്? നമുക്ക് ഈ തിരുവചനത്തിന്റെ ശക്തിയിലേക്ക് ആഴ്ന്നിറങ്ങാം. ദൈവത്തിന്റെ സ്നേഹം നിരുപാധികവും അതിരുകളില്ലാത്തതുമാണ്. സ്നേഹിക്കണമെന്ന് ലോകം നമ്മോട് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം വ്യത്യസ്തമാണ്. അത് നിരുപാധികവും നിസ്സീമവും അചഞ്ചലവും ത്യാഗപൂർണവുമാണ്. നാം അവിടുത്തെ അറിയുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപത്തിലും മത്സരത്തിലും തെറ്റുകളിലും അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. നമ്മുടെ സ്ഥാനത്ത് മരിക്കാൻ തന്റെ പുത്രനെ അയക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മൾ വേണ്ടത്ര നല്ലവരാകാൻ ഈശോ കാത്തിരുന്നില്ല. നാം ഏറ്റവും മോശമായ സമയത്തും നമ്മെ സ്നേഹിക്കുകയും നമ്മെ വീണ്ടെടുക്കാൻ തന്റെ ജീവൻ സമർപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് മരിക്കേണ്ടി വന്നത്? പാപം നമ്മെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നു. പഴയ നിയമത്തിൽ പാപമോചനത്തിനായി ത്യാഗങ്ങൾ ആവശ്യമായിരുന്നു. എന്നാൽ ആ ത്യാഗങ്ങൾ താൽക്കാലികമായിരുന്നു. ഈശോ അന്തിമയാഗമായി തീർന്നു. ഒരിക്കൽ മാത്രം എന്നേക്കുമായി വില കൊടുത്തു. അവിടുത്തെ മരണം പ്രവചനങ്ങളെ പൂർത്തീകരിക്കുകയും നമ്മെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്തു. അവിടുത്തെ കാഴ്ചപ്പാടുകൾ ഒരു ദൈവിക രക്ഷാ ദൗത്യമായിരുന്നു. ഈശോ മരിച്ചത് മനുഷ്യകുലത്തിനു വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി വ്യക്തിപരമായി മരിച്ചു. ഈശോയുടെ സഹനങ്ങൾ തീവ്രമായിരുന്നു, ശാരീരികമായും വൈകാരികമായും ആത്മീയമായും. എന്നാൽ ഓരോ മുറിവും ഓരോ അപമാനവും ഓരോ തുള്ളി രക്തവും അവിടുത്തെ തടയാനാവാത്ത സ്നേഹത്തിന്റെ തെളിവുകളായിരുന്നു. അവിടുന്ന് ചാട്ട കൊണ്ടടിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ സുഖം പ്രാപിച്ചു. അവിടുന്ന് പരിഹസിക്കപ്പെട്ടു. അതിനാൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടു. നമ്മൾ സ്വതന്ത്രരാകാൻ അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടു. നമുക്ക് നീതി ലഭിക്കാൻ ഈശോ നമ്മുടെ ശിക്ഷ സ്വീകരിച്ചു. അതാണ് കുരിശിന്റെ ശക്തി. ഈ പ്രണയത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? നാം പാപികളായിരിക്കെ ഈശോ നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ നാം എങ്ങനെ പ്രതിസ്നേഹം നൽകണം? അവിടുത്തെ സ്നേഹം സ്വീകരിക്കുക, പാപത്തിൽ നിന്ന് പിന്തിരിയുക, ഈശോ നൽകിയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ നമ്മളും സ്നേഹിക്കുക, നിസ്വാർത്ഥമായും ത്യാഗപൂർണമായും അതിരുകൾ വെക്കാതെയും. ഈശോ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഒരേ ഒരു പ്രതികരണം നന്ദിയും സ്നേഹവും രൂപാന്തരപ്പെട്ട ജീവിതവുമാണ്. നമ്മുടെ കുറവുകൾക്കിടയിലും നാം അഗാധമായി സ്നേഹിക്കപ്പെടുന്നുവെന്ന് റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ആത്യന്തിക വില ഈശോ നൽകി. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ പ്രതിഫലനങ്ങൾക്കായി ലൈക്ക് ചെയ്യുക, പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.